ആ തുടങ്ങിക്കോ. എടുത്തോ എടുത്തോ എടുത്ത് തുടങ്ങി. വെൽക്കം ടു വിശാൽ എക്സ്പെരിമെൻറ്റ് എന്താണ്ടൊക്കെയോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ സാധനം എടുക്കുക, ഇതിൻ്റെ ടെലിസ്കോപ്പ് എടുക്കുക, പുറത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ചുമ്മാ കൊണ്ട് വയ്ക്കുക, ഫോക്കസ് ചെയ്യാതെ നമുക്ക് ഒരു പ്രാവശ്യം ഫോക്കസ് ചെയ്യാം. പിന്നെ ഈ സാധനത്തിന് തൊടരുത്. പിന്നെ നമുക്ക് ഈ സാധനം സോഡിയം വേപ്പർ ലാമ്പ് ഓണാക്കുക, കുറച്ച് നേരം ഓണാക്കിയിട്ട് മഞ്ഞായി കഴിയുമ്പോൾ പിന്നെ ഡയറക്റ്റ് എടുക്കുക, ഡയറക്റ്റ് സ്ട്രെയിറ്റ് വയ്ക്കുക. കോർഡിനേറ്റർ ഡിഗ്രി നമുക്ക് നോക്കിയിട്ട് ഡയറക്റ്റ് ഒരു ഒറ്റ വലിയ സ്ലിറ്റ് പോലെ കാണും. അത് ചെക്ക് ചെയ്തു കാണിക്കാൻ പറ്റുമോ? ഒറ്റ സ്ലിറ്റ് അങ്ങനെ കാണും. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ വെർനിയറിൻ്റെ ഇത് എടുത്തിട്ട് 0 ഡിഗ്രി ഉണ്ട്, ഇപ്പുറത്തുണ്ട്. ആ 2 0 നമ്മൾ 180യിലും 0യിലും ഒരു സൈഡിൽ 180, ഒരു സൈഡിൽ 0 അങ്ങനത്തെ രീതിയിൽ ക്ലാമ്പ് ചെയ്യുക. എന്നിട്ട് ഈ സാധനം 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കുക. അതായത് ഇവിടെ 0യിലുള്ളത് ഇവിടെ 90യിലായിട്ട് വരും. അങ്ങനത്തെ രീതിയിൽ നമ്മൾ തിരിക്കുക. ഇത് രണ്ടും തുടരുത്, ഇത് മാത്രം അടിയിലത്തെ ക്ലാമ്പൊന്ന് വർക്ക് ചെയ്യണം. 90 എന്ന് പറഞ്ഞ സാധനം നമ്മൾ തിരിച്ച് കൃത്യം 0യിൽ എത്തിച്ചു, കണ്ടില്ലേ? അങ്ങനെ എത്തിച്ചു. എന്നിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ മറ്റേ ഗ്രേറ്റിങ്ങിൻ്റെ ഇത് വയ്ക്കുന്ന സ്റ്റാൻഡ് എടുത്തു, വച്ചു. അതിനുശേഷം ഇത് നമ്മൾ ഗ്രേറ്റിങ്ങിൻ്റെ സ്ലിറ്റ് ഇത് വയ്ക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രേറ്റിംഗ് എന്ന് എഴുതിയേക്കണ സാധനം ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ വയ്ക്കുക. വച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം ഒരു ഏതാണ്ട് ഒരു 45 ഡിഗ്രിയിലൊക്കെ വയ്ക്കുക. എന്നിട്ട് ഇതിൽ നമ്മളത് ഫോക്കസ് ചെയ്ത് ഒരു ഒറ്റ ഡയറക്റ്റ് സ്ലിറ്റ് കാണാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. അത് ഒരു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ആംഗിളിൽ ഒരു 45 ഡിഗ്രി ഈ സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം കറക്റ്റ് ഇതേപാട് അടുത്തൊരു 45 ഡിഗ്രി നമ്മളങ്ങോട്ട് തിരിക്കുക. അപ്പോൾ കറക്റ്റ് പെർപെൻഡിക്കുലറായിട്ട് വരും. എന്നിട്ട് ഈ സാധനം തിരിച്ച് 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കുക. ഇതനക്കാണ്ട് വെർനിയർ ടേബിളോ പ്രിസം ടേബിളോ നനക്കാണ്ട് നമ്മൾ ഡയറക്റ്റ് ബാക്കിലേക്ക് തിരിക്കുക. തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറക്റ്റ് സ്ട്രെയിറ്റ് സാധനം കിട്ടും. 180 ഡിഗ്രി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ടേബിളിൽ ഇതിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് നേരത്തെ ഇതിൻ്റെ കണ്ട പോലെ തന്നെ ഗ്രേറ്റിംഗ് ഇങ്ങനെ കുറേ ലൈൻസ് ആയിട്ട് കിട്ടും. അതിൻ്റെ ഫോട്ടോ നമുക്ക് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരാം. അതിലെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കറക്റ്റ് സെൻറ്ററിൽ ഉള്ള ഏറ്റവും ബ്രൈറ്റസ്റ്റ് കൊണ്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തതിന് ശേഷം അതായിരിക്കും നമ്മുടെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം സെൻറ്ററിന് തൊട്ട് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റിലും റൈറ്റിലുള്ളത് ഫസ്റ്റ് ഓർഡർ, അതിന് പിന്നെ ഇതിന് താഴെയുള്ളത് സെക്കൻഡ് ഓർഡർ, അങ്ങനെ പോകും. തേർഡ് ഓർഡർ വരെ നമ്മൾ റീഡിങ് എടുക്കണം. ആദ്യം ലെഫ്റ്റിലേക്കുള്ളത് നോക്കുക. ലെഫ്റ്റിലേക്കുള്ളത് നോക്കുക. 5 ലൈൻസ് ആയിട്ടായിരിക്കും സെൻറ്റർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇത് ലെഫ്റ്റിലെ, ഇത് റൈറ്റിലെ, ഇത് സെൻറ്ററിലെ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങോട്ട് ഇത് എത്തിച്ച് നമ്മുടെ ഫോക്കസ് ഇതിൽ ഇങ്ങനെ രീതിയിൽ എത്തുന്ന രീതിയിലാക്കുക, ലെഫ്റ്റിലേക്കുള്ളത്. അതാക്കിയതിന് ശേഷം അതിൻ്റെ വെർനിയർ 1ലെയും വെർനിയർ 2ലെയും 0ന് നേരെ കോയിൻസൈഡ് ചെയ്യണ റീഡിങ് നമ്മൾ എടുക്കുക. എടുത്ത ശേഷം 19, 16 എടുത്ത ശേഷം ലെഫ്റ്റിൽ വെർനിയർ 1ൽ വെർനിയർ 1ൻ്റെ MSRഉം VSRഉം ചെയ്യുക. വെർനിയർ 2ൽ അതിൻ്റെ MSRഉം VSRഉം ചെയ്യുക. അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ സെക്കൻഡ് ഓർഡറിലേക്ക് തിരിക്കുക. അതിൻ്റെ വെർനിയർ 1ലെയും 2ലെ MSRഉം VSRഉം അതുപോലെ തേർഡിലെയും ചെയ്യുക. ഇത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ചെയ്യാം. അതോടെ എക്സ്പീരിയൻസിൻ്റെ റീഡിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയി.